ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആളിലേക്ക് ഞാൻ പോയത് കൊണ്ട് തന്നെ എന്നെ പോലത്തെ പല ആളുകളെയും ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. പല ആളുകൾക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പല ആളുകളും നമ്മളുടെ കൂടെ വന്ന് ഒരു വോളിയം കൊണ്ടുതരാൻ വേണ്ടി മാത്രമായിട്ട് 1.5 കൊല്ലത്തോളമുള്ള ടീം എന്ത് ചെയ്തു, ഇന്ന് എന്റെ കൂടെ ഇല്ല. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഒരു 1.5 വർഷത്തിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് 1.5 കൊല്ലം കൊണ്ട് ഞാൻ എന്ന വ്യക്തി, എനിക്കൊരു വ്യക്തിയെ ഈ ഒരു ബിസിനസ്സിൽ കിട്ടി. ഇതിലൂടെ ഇവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ കഴിയും എന്നൊരു വിശ്വാസം വന്നതിലൂടെ തന്നെ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ടീമിന് വേണ്ടിയിട്ട് അവനെ കൊണ്ടുവരാനും നജീബ്, നമ്മളെ RTC ഇന്ന് RTC ലെവലിൽ ഇന്നേനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന RTC നജീബ് സാർ വന്നതോടുകൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടീം വർക്ക് ഇതിൽ നിർത്തി കഴിഞ്ഞാൽ ഉന്നത വിജയങ്ങളിൽ എത്താനും അവരിലൂടെ എനിക്ക് വിജയം കരസ്ഥമാക്കാനും പറ്റുമെന്നൊരു വിശ്വാസത്തോടു കൂടെ വളരെയധികം സ്ട്രഗിളിങ്ങോടുകൂടെ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും വന്നിട്ടും ഇട്ടുപോരാതെ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പല ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നല്ലൊരു പൊസിഷനിൽ എത്തുന്നത് വരെ പല ബുദ്ധിമുട്ടും പ്രതിസന്ധിയും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ലക്ഷ്യത്തിലെത്താൻ. എനിക്ക് ലക്ഷ്യത്തിലെത്തണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആളുകളിലൂടെ മാത്രം പോയെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ എന്റെ പരിധിയിലുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ ഒരേ ഫോക്കസോട് കൂടെ പല പ്രതിസന്ധിയും ഞാൻ എന്റേത് മാറ്റിവെച്ച് നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് ഏകദേശം 2 വർഷത്തോളം ഒരാൾക്ക് വേണ്ടി ബിസിനസ് വളർത്താനും അവരിലൂടെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും, ഏറ്റവും താഴെ തട്ടിൽ പോയിട്ടും വീണ്ടും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും, ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവന്ന് ഉന്നത വിജയങ്ങളിൽ എത്തിക്കാനും കൂടെ നിന്നത് കൊണ്ട്, പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ നിന്ന് നല്ലൊരു പൊസിഷനിൽ എത്തിയത് കൊണ്ട് ഇന്ന് വളരെയധികം ഞാൻ ഹാപ്പിയാണ്, വളരെയധികം സന്തോഷമാണ്. ആ സമയങ്ങളൊന്നും ഒട്ടും എനിക്ക് നഷ്ടമായിട്ടില്ല. ഞാൻ ഇട്ടുകൊടുത്തത്, നമ്മൾ മണ്ട പോയൊരു തെങ്ങിന്റെ ചോട്ടിലാണ് വളം ഇട്ടുകൊടുത്തത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ഒരു ഉപകാരം തരൂല. പക്ഷെ ഇന്ന് ഞാൻ ആ നേടിയെടുത്തിട്ടുള്ള, അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ടീമിലൂടെ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 3 കോടി പവറായിട്ട് എനിക്ക് ആ ഒരു ടീമിനെ വളർത്താൻ കഴിഞ്ഞത് അന്ന് ഞാൻ എടുത്ത തീരുമാനം എന്റെ അപ്ലയൻസിന്റെ സഹായത്തോടു കൂടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 18-17 ലക്ഷം ബിസിനസ് എല്ലാ മാസം മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അതിനുവേണ്ടി ഇന്ന് ഞാൻ ഒരു എഫേർട്ടും ഇടുന്നില്ല, ഒരു റിസ്ക് കൊടുക്കുന്നില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം ഞാൻ അവർക്ക് കൊടുക്കാറുള്ളൂ. എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാറില്ല. പക്ഷെ ഇന്ന് ഞാൻ അതേപോലത്തെ ലീഡേഴ്സിനെ എന്റെ മറ്റേ സൈഡിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ഞാൻ എന്റെ സമയവും എന്റെ അധ്വാനവും എല്ലാം അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവരെ ടീം വർക്കിലൂടെ തന്നെ അവിടെയും ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ ഒരു ഉന്നത വിജയങ്ങളിൽ എത്തിക്കുന്നത് വരെ എനിക്ക് റിസ്ക് എടുക്കാനും ടെൻഷൻ അടിക്കാനും ബുദ്ധിമുട്ടാവാനും ഒക്കെ ഞാൻ തയ്യാറാണ്. 2 വർഷം കൂടെ എന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. 100% 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏകദേശം പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിൽ ഒതുങ്ങി എന്നെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ നോക്കി നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഒന്നിൽ നിന്ന് എന്റെ ഒരു ടീം പല പ്രശ്നത്തിലും കുടുങ്ങിയ ഒരു ടീമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്നൊക്കെ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഞാനൊന്ന് പിന്നോട്ട് പോന്ന്, അതിൽ നിന്നൊന്നും ഞാൻ വേറിട്ട് പോന്ന് ഞാനായിട്ട് ഞാൻ എന്റെ അപ്ലയൻസിനെയും സിസ്റ്റത്തിനെയും ഉപയോഗിച്ച് പുതിയ ഒരു ടീമിനെ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് എന്റെ സമയവും അധ്വാനവും എന്റെ അപ്ലയൻസിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി ഞാൻ കൂടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് 1 കൊല്ലം കൊണ്ട് എനിക്ക് ഒരുപാട് ലീഡേഴ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതെന്തുകൊണ്ടാണ്, ഒരേ ഫോക്കസോട് കൂടെ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ ആ ലീഡേഴ്സ് ഒക്കെ തന്നെ, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ തന്നെ എത്തുന്നത് വരെ അവരെ കൂടെ നിന്ന് ആ ടീം ബിൽഡിങ് നടത്താൻ വേണ്ട കാര്യങ്ങൾ, NDOകൾ ചെയ്യണമെങ്കിൽ NDO, അതേപോലെ തന്നെ GTS പങ്കെടുപ്പിക്കണമെങ്കിൽ GTS, ഇതൊക്കെ ഞാൻ നിരന്തരമായിട്ട് ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടും എന്റെ അപ്ലയൻസ് അതിന് വേണ്ട ഹെൽപ്പ് തന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ടീം ഉണ്ടാക്കി വേറെ സ്ഥലത്ത് ടീമിന് വേണ്ടി ഓടുന്ന സമയത്ത് നമ്മള് പല ലീഡേഴ്സും പറയാറുണ്ട്, കോഴിക്കളെ ഒരു ഭാഗത്ത് കൂട് തുറന്നു വെച്ച് മറ്റേ ഭാഗത്ത് ഉള്ളിലേക്ക് കയറ്റി വിട്ട അവസ്ഥ എന്തായിരിക്കും? ഒരു ഭാഗത്തൂടെ കയറ്റി വിടും, മറ്റേ ഭാഗത്തൂടെ ഇറങ്ങിപ്പോകും അല്ലെ? അത് ചെയ്യാതെ അത് നമ്മൾ NDOകൾ കൊടുക്കേണ്ട സമയത്ത് NDOകളും ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ട സമയത്ത് ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവരെ നല്ലൊരു ടീമായിട്ട് വളർത്തിയെടുത്തത് കൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ ഒരു 1000 രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാമെന്ന തീരുമാനത്തിൽ വന്നതാണെങ്കിൽ ഇന്ന് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ നേടിയെടുക്കുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു വീട്, സ്വന്തമായിട്ട് ഞാൻ
അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, ബിസിനസ്സിൽ വരുന്നതിന്റെ മുന്നേ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി സ്വന്തമായിട്ട് എന്റെ ലൈഫ് ഞാൻ കളഞ്ഞ് ഈ ഒരു ബിസിനസ് അത്രത്തോളം ഫാഷനായിട്ടും ഈ ഒരു ബിസിനസ് എന്റെ ജീവിതം മറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംരംഭമാണ് എന്ന് മനസ്സിലാക്കി മറ്റ് അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ചിന്തിച്ച് എന്റെ ലക്ഷ്യം ഈ ഒരു ബിസിനസ്സാണ് എന്ന തീരുമാനത്തോടു കൂടെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. പല നഷ്ടങ്ങളും അതിലൂടെ സംഭവിച്ച് 2 കുട്ടികളെ കൈപിടിച്ച് മുന്നോട്ട് ഇറങ്ങി വന്ന് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി എന്റെ സമയം ചെലവഴിച്ചത് കൊണ്ട് ഞാൻ ഏകദേശം 6 വർഷം പിന്നിട്ട സമയത്ത് ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെയധികം അഭിമാനം തോന്നുന്നു. അന്ന് ഞാൻ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി ആ ഒരു പ്രവർത്തനത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിയില്ല. ഇന്ന് ഓരോ ബുധനാഴ്ച വരുന്ന സമയത്തും, ഇന്നലെ ഞാൻ എന്റെ കാക്കുവിനോട് പറയാണ് അക്കൗണ്ടിൽ ക്യാഷ്, ഏതാ ഈ പൈസ, അപ്പൊ ബുധനാഴ്ചയാണെന്നുള്ള ധാരണ പോലും ഇല്ല. കാരണം മറ്റ് സമയത്തും എന്നാ ഇനി ബുധനാഴ്ച എന്താ പൈസ കിട്ടണം, ബുധനാഴ്ച വരണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊരു ചിന്തയോടുകൂടെ നോക്കി നിന്നിരുന്നെങ്കിൽ ഇന്നലെ ബുധനാഴ്ച അക്കൗണ്ടിൽ പൈസ വന്ന സമയത്ത് എന്റെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ഇതിലൂടെ തന്നെ നേടിയെടുത്തിട്ട് വീണ്ടും ഞാനൊരു ബുദ്ധിമുട്ടാതെ വീണ്ടും എന്റെ അക്കൗണ്ടിൽ പൈസ വരുന്ന ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രം നേടിയെടുക്കാനേ നമുക്ക് ഓരോരുത്തർക്കും കഴിയുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് നിങ്ങളെ മുന്നിൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 500-100 രൂപന്റെ എണ്ണടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന ലക്ഷ്യത്തിൽ എത്തിയിരുന്നു എന്ന ചിന്തയോടുകൂടെ പല സ്ഥലത്തും ഞാൻ വർക്കിന്റെ ഇടയിൽ വണ്ടി നിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്റെ വണ്ടിയായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണയായിട്ടാണ് ഞാൻ പോകുന്നത്. ആ എണ്ണ കുറയുന്ന സമയത്ത് അതിൽ അടിക്കാനും അതിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലേക്ക് എനിക്ക് മാറാനും അതിൽ കഴിഞ്ഞിട്ടുള്ളത് എന്റെ അപ്ലൈൻ ലീഡേഴ്സിന്റെയും എന്റെ കൂട്ടമായ ടീമിന്റെയും പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളോട് ഓരോരുത്തരോടും ഒരിക്കലും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കാൻ കഴിയൂല എന്നൊരു ചിന്തയോട് കൂടെ നിങ്ങൾ ഇതിനെ നോക്കിക്കാണരുത്. 100% വിജയിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്ന് 100% മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയും. ഓരോ സമയത്തും ഓരോ മീറ്റിങ്ങുകളും ഓരോ ട്രെയിനിങ്ങുകളും പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിട്ടില്ല. പല സമയത്തും എന്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ട് ഞാൻ കമ്മല് പോലും വിറ്റിട്ട് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് പല മീറ്റിങ്ങുകളും പല ട്രെയിനിങ്ങുകളും അതേപോലെ RTP ഒക്കെ പറയുന്ന സമയത്ത് ഓരോ RTPകളും ഓരോ ട്രെയിനിങ്ങുകളുമാണ് നമ്മൾ എത്രത്തോളം ചാർജ് ആക്കിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ക്യാഷ് ഇല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പല പ്രതിസന്ധികളും തരണം ചെയ്ത് മക്കൾക്ക് ഒരു സാധനം വാങ്ങിക്കാനില്ലാതെ പോലും കമ്മല് വരെ വിറ്റ് മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സാണ് എന്റെ ജീവിതം മാറ്റിമറിക്കുന്നത് എന്ന് എന്റെ ഉള്ളിലൊരു വിശ്വാസം എന്റെ അപ്ലയൻസ് തന്നത് കൊണ്ടാണ്. നിങ്ങളും നിങ്ങളുടെ ടീമിന് 100% വിശ്വാസം കൊടുക്കുക. അവർക്ക് വേണ്ടി 100% പാഷനായിട്ടും ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ പ്രതിസന്ധികളോ നിങ്ങളുടെ ടീമിനെ അറിയിക്കാതെ കൂടെ നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു തെളിവാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ടീം വർക്കിന്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒറ്റക്കൊറ്റക്കായിട്ട് ആരും ഒരു ടീമായിട്ട് വരാമെന്നോ അതല്ലെങ്കിൽ ഒറ്റക്ക് പ്രവർത്തിച്ച് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാമെന്നോ കറകളഞ്ഞൊരു ടീമിനെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല NDOകളും ട്രെയിനിങ്ങുകളും കൊടുത്തേ പറ്റും. ഇപ്പൊ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ട്രെയിനിങ് നമുക്ക് ഇനിയിപ്പോ കിട്ടാൻ പോകുന്നത് നമ്മളുടെ ഓരോ പരിപാടികളും അതേപോലെ ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മളുടെ RTP ആയിക്കോട്ടെ, നമ്മളുടെ ബെറി ബ്ലാസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുക. ഇനി നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒന്നാണ് ബെറി ബ്ലാസ്റ്റ് അല്ലെ. അതും നമ്മളുടെ മലപ്പുറത്ത് തന്നെ എല്ലാ ജില്ലകളിലും പല നാട്ടിലും ലക്ഷദ്വീപിൽ വരെ ആളുകളുണ്ട്. അവർക്കൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ആരാണോ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് അവരെ ഇതിൽ വിജയിക്കുള്ളൂ. നമ്മൾ ബെറി ബ്ലാസ്റ്റ് നടത്തുന്ന സമയത്ത് എനിക്ക് മനോജ് സാറിനോട് പറയാനുള്ളത്, ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടെ ഒരുപാട് വ്യക്തികളെ ഇതിൽ കയറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടെയായിരുന്നു ഈ ഒരു ബെറി ബ്ലാസ്റ്റിനെ കണ്ടിരുന്നത്. അതിൽ ഒരുപാട് അച്ചീവേഴ്സിനെ കയറ്റാനുള്ള പ്ലാനും പുതിയ ആളുകളുമായിട്ട് പോകണം എന്ന പ്ലാനും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ചെറുതായിട്ട് എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം നമ്മൾ വിചാരിച്ച അത്ര ആളുകളെ കയറ്റാൻ ഹോള് തികയില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് മനോജ് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, 1000 ടിക്കറ്റ് എനിക്ക് എന്തായാലും വേണം സാറേ, അത് എനിക്ക് തന്നിരിക്കണം. അപ്പൊ എനിക്ക് നമ്മളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മളുടെ ടീം അത്രത്തോളം വലുതായി കഴിഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും. ഓരോ പ്രോഗ്രാമിനെയും വളരെയധികം പ്രതീക്ഷയോടുകൂടെയും ആകാംക്ഷയോടുകൂടെയും നോക്കിക്കാണുന്ന പ്രോഗ്രാമാണ്
അത് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മളുടെ ടീമിന് വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മൾ അതിന് ടിക്കറ്റിന് പൈസ എത്രയാണ് എന്ന് പറയാതെ, ടിക്കറ്റിന് പൈസ അല്ലാതെ നമുക്ക് ഇതിൽ എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് അത്രയല്ലേ ഉള്ളൂ. വേറൊന്നും നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ലല്ലോ. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ഓരോ എഞ്ചിനാക്കി മാറ്റുന്നത്, ഓരോ ബോഗിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോ അതൊരു എഞ്ചിനായി മാറുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ വാല്യൂ ആണ്. ഇന്നും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവോൾവ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രോഗ്രാമാണ് ഇവോൾവ്. അതിന് 5000 രൂപയാണ് ടിക്കറ്റിന് എന്ന് പറഞ്ഞ സമയത്ത്, ടിക്കറ്റിന് മാത്രം 5000. എറണാകുളത്ത് നമുക്ക് ഒരാൾക്ക് പോയിട്ട് വരണമെങ്കിൽ ബസ് പിടിച്ച് പോവുകയാണെങ്കിൽ, നമ്മൾ ഒരു ബസ് ഏൽപ്പിച്ച് പോവുകയാണെങ്കിൽ 900 രൂപ വരെ, 1000 രൂപന്റെ ഉള്ളിലായിട്ട് ചെലവും അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്കൂലി നമുക്ക് ആവാറുണ്ട്. ഒരു 6000 രൂപ അതിന് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെലവായിട്ടുണ്ട്. 10000-ന് മുകളിൽ ചെലവായ ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ ഇവോൾവ് എന്ന പ്രോഗ്രാം. പക്ഷെ ഇവോൾവ് എന്ന പ്രോഗ്രാമിൽ അത്രയും ആളുകളുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രോഗ്രാമിൽ ഇരുന്ന സമയത്ത് അതിന്റെ ഒരു വൈബ് ഇന്ന് മനസ്സിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ണ് ചിമ്മിരുന്ന് ആലോചിച്ചാൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഇവോൾവ്. അതിന് 5000 രൂപ കൊടുത്ത ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഹോള് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാണണമായിരുന്നു. ജനസാഗരായിരുന്നു. 5000 രൂപ കൊടുത്ത് വന്ന ആളുകളായിരുന്നു. അതൊക്കെ ഒരു പ്ലെയിന് വന്നിട്ട് അല്ലെങ്കിൽ ഇത് വന്ന് നിൽക്കുന്ന സമയത്തും ബോട്ടിൽ ലീഡേഴ്സ് വരുന്ന സമയത്തും ഒക്കെ തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടെ എലിപ്പാടൊക്കെ ഉള്ള ഒരു ഹോളായിരുന്നു. എത്രത്തോളം അതിനെ നോക്കിക്കാണുന്നു എന്ന് ഇന്നും ആ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം സന്തോഷമാണ്. അപ്പൊ അതുപോലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നമ്മളുടെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന സമയത്ത് അതിൽ മാറി നിൽക്കാതെ എന്റെ ടീമിനെ എത്ര ആളുകളെ കയറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്ന ചിന്തയോടുകൂടെ ഇപ്പൊ തന്നെ നമുക്ക് വേണ്ട ടിക്കറ്റ് മനോജ് സാറിനോട് എത്രണ്ണം വേണമെന്നുള്ളതും അതിന് അഡ്വാൻസ് ആയിട്ട് മനോജ് സാറിന് ടിക്കറ്റിന്റെ ക്യാഷ് കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറായിട്ട് അതിന് വേണ്ട പ്രവർത്തനം ചെയ്യുക. അതില് അച്ചീവേഴ്സിനെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. വെറും ഒരു ഹോളിൽ വന്നിരുന്ന ഒരു കാഴ്ചക്കാരനാവാതെ ഏറ്റവും അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ടീമായിട്ട് നമുക്ക് അവിടെ ഓരോരുത്തർക്കും പോകാൻ കഴിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ. ദിവസങ്ങൾ അടുത്ത് വന്നു, കൂടുതലൊന്നും സമയം ഇനിയില്ല, നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ഇപ്പോ പല സാഹചര്യത്തിലും ഒരു സിനിമയിലെ ഒരു ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻസൾട്ടാണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാനും ഇൻസൾട്ടിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയോ ഒറ്റപ്പെടുത്തിയോ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറവ് കാണിക്കാതെ, അവര് എന്നെ കളിയാക്കാണ്, എന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ പറയാണ് എന്ന് നോക്കി നിൽക്കാതെ, നമ്മൾ ഈ ഒരു പ്രശ്നത്തിലും ഈ ഒരു പ്രതിസന്ധിയിലും മുന്നോട്ട് പോയി ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഇതുപോലത്തെ റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറായി നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പാഷനായിട്ടും ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടെ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമുള്ളൂ നമ്മൾ വിജയിക്കുക. ചില ആളുകൾ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സോഡാ കുപ്പി പൊട്ടിച്ച പോലെ ആയിരിക്കും അല്ലെ, അത് നൊരയും പതിയും വരുന്ന അത് അടങ്ങുന്നതോടുകൂടെ നമ്മളും ഇല്ലാണ്ടാവും. പല ആളുകളും ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് തുടക്കത്തിലുള്ള ആവേശം എനിക്ക് ഇപ്പോഴും ആവേശം കൂടല്ലാതെ ഒട്ടും എനിക്ക് കുറഞ്ഞിട്ടില്ല. പ്രതീക്ഷയും 100 ഇരട്ടി കൂടല്ലാതെ ഒട്ടും എനിക്ക് പ്രതീക്ഷ കുറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഏത് സമയത്തും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനു വേണ്ടി അതിന്റെ ടീമിന് വേണ്ടിയിട്ട് എന്നെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിന് വേണ്ടി നിങ്ങളെ മാറ്റി വെക്കുക. ഒരു 4-5 വർഷം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു 2027 ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഇപ്പൊ കാണുക. നമ്മളുടെ വിജയം നമ്മൾ ഇപ്പൊ കാണാൻ തയ്യാറായെങ്കിലുള്ളൂ. നമ്മൾ വിജയിച്ചിട്ടുള്ള വിജയം നമ്മൾ ഇപ്പൊ കാണാൻ തയ്യാറായെങ്കിലേ നമുക്ക് 100% ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇപ്പോ ഈ ഒരു കാണുന്ന ബിസിനസ്സിനെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് വിജയിക്കുക എന്ന ഒരു വിലയിരുത്തൽ നമ്മൾ ഇപ്പൊ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ജന്മത്തിൽ നമ്മൾ രക്ഷപ്പെടൂല. ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പല സമയത്തും പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് ലോൺ എടുത്ത് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ബിസിനസ് നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ തന്നെ ഞാൻ എന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ല നോക്കി നിന്നിരുന്നത്. ഞാൻ എന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് നിസ്വാർത്ഥമായ പരിശ്രമവും വിജയിക്കുന്നത് വരെ ദീർഘകാലമാണെങ്കിലും കാത്തിരിക്കാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ വിജയം നമ്മളുടെ തൊട്ട് മുന്നിലുണ്ട്. അത് നമ്മൾ
വിജയിക്കുന്നത് വരെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാകുക. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം വരുന്നുണ്ടാവും. ആ ദിവസം നമ്മൾ എന്താ മനോജ് സാർ, മുബീൻ സാർ പല സമയത്തും പറയാറുണ്ട്, നിങ്ങളൊരു എഫേർട്ട് ഈ ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടെ അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അതിന്റെ റിസൾട്ട് പ്രപഞ്ചം അതിന് വഴിയൊരുക്കും എന്ന് പറയാറുണ്ട്. ഞാൻ 100% അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മള് പല ബുദ്ധിമുട്ടും പ്രതിസന്ധിയും വരുന്ന സമയത്തും ഈ ഒരു ബിസിനസ്സിന് അത്രത്തോളം നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതിലൊരു വിജയം കാണും. ഇതിലൊരു ദിവസം നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്. എന്തായാലും അത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലൂടെ വരും എന്നൊരു വിശ്വാസം, തളരാത്ത മനസ്സോട് കൂടെ, തളരാതെ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയും. അതേപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ്സിൽ വരുന്ന സമയത്തും മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നെവർ ഗിവ് അപ്പ്, കീപ് ഗോയിങ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വാക്ക് മുറുകെ പിടിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ പിന്തിരിഞ്ഞോടാതെ ഈ ബിസിനസിന്റെ ലക്ഷ്യം കാണുന്നത് വരെ പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. ഓരോ പ്രോഗ്രാമുകളും GTSകളും ഒക്കെ തന്നെ ഞാൻ എന്നും മീറ്റിംഗ് പങ്കെടുക്കുന്നതല്ലേ എന്നൊരു തീരുമാനത്തോടു കൂടെ അല്ലാതെ എന്റെ സക്സസിന് വേണ്ടിയിട്ട്, എന്റെ ടീമിന് വേണ്ടിയിട്ട് 100% ഞാൻ പങ്കെടുത്തേ പറ്റൂ എന്നൊരു ലക്ഷ്യത്തോടു കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാവുക. നമ്മൾ വളരെയധികം ഭാഗ്യം ചെയ്യുന്ന ആളുകളാണ്. മലപ്പുറം GTS പോലത്തെ പ്രോഗ്രാം നമുക്ക് ആളുകളെ കൊണ്ടുപോയി അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അത്രത്തോളം ചാർജ് ഉള്ള ഒരു മീറ്റിംഗ് ആണ് മലപ്പുറം പ്രോഗ്രാം. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും ഉള്ള, ഓരോ രാജ്യത്തും ഓരോ നാട്ടിലുള്ള, ഓരോ ജില്ലകളിലുള്ള പ്രോഗ്രാമുകൾ മാക്സിമം അവിടേക്ക് ആളുകളെ കയറ്റിയിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. 100% ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ കഴിയും. വീണ്ടും എനിക്ക് പറയാനുള്ളത്, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാതെ ഒരു അപ്ലൈന്റെ കൂടെ നിന്ന് നമ്മുടെ സക്സസിന്റെ പിറകെ പോയിട്ട് നമ്മളുടെ സക്സസ് ബെറി ഗ്ലോബൽ എന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന, ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 100% വിജയിക്കുന്ന ഒരു ലീഡറെ കൂടെ നിന്ന് നിങ്ങളും ലക്ഷ്യത്തിലെത്തുക. 100% നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ മനോജ് സാർ ഏത് സമയത്തും പറയാറുള്ളതാണ്, തീർച്ചയായിട്ടും ഇതിൽ സക്സസ് നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഉയരങ്ങളിലെത്താൻ ഒരുപാട് കാർമേഘത്തിന് മുകളിൽ വരെ പറക്കാനുള്ള ചിറകുകൾ നമുക്കുണ്ട്. സക്സസ് ബെറി ഗ്ലോബൽ എന്നൊരു സിസ്റ്റം നമ്മളുടെ കൂടെ ഉണ്ട്. അത് പറക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഉന്നത വിജയങ്ങളിൽ എത്താൻ കഴിയുക എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന 361 പേർക്കും ഈ ഒരു അവസരത്തിൽ അവരോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.